നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിശ്വകർമ്മ ജയന്തി BMS ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു. KSTP റോഡിൽ സോളാർ വിളക്ക് സ്ഥാപിച്ചു തുടങ്ങി. 340 വിളക്കുകൾ സ്ഥാപിക്കാൻ തീരുമാനം. വൻകിട കോർപ്പറേറ്റുകളെ പോലും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വെല്ലുവിളിക്കാനാകുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. പനത്തടി ബാങ്ക് കൊട്ടോടി ശാഖ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമാർന്ന പരിപാടികൾ ഒരുക്കി കാഞ്ഞങ്ങാട് IMAയുടെ ഓണാഘോഷം സമാപിച്ചു. റെഡ് ലേഡി പപ്പായ കൃഷിയിൽ വിജയഗാഥയുമായി 18ാം മൈലിൽ സെബാസ്റ്റ്യന്റെ കൃഷി. കാർഷിക സംസ്കൃതിയെ തിരിച്ചുവിളിച്ച് പാക്കത്ത് വയൽ ഉത്സവം നടന്നു. കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രം ദശാവതാര അലങ്കാര പൂജയ്ക്ക് ഒരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. ദേശീയ തൊഴിലാളി ദിനം BMSന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിയയിൽ പൊതുസമ്മേളനം നടന്നു. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ജയന്തി ദിനാചരണം ഭാരതീയ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു. നാടെങ്ങും വിവിധ പരിപാടികൾ നടന്നു. ഇരിയയിൽ പൊതുസമ്മേളനവും പ്രകടനവും നടന്നു. തട്ടുമൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഭാരതീയ മസ്ദൂർ സംഘ് ഹോസ്ദുർഗ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പൊതുസമ്മേളനം BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി KK വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു അഫിലിയേറ്റഡ് യൂണിയനോ ഒരു തൊഴിലാളിയോ പണമോ ഓഫീസോ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ 1955 BMS പ്രവർത്തനം ആരംഭിച്ചു. ഒരു ദേശീയ തൊഴിലാളി പ്രസ്ഥാനം എങ്ങനെ ആയിരിക്കണം എന്നൊരു സിദ്ധാന്തം ഇന്ത്യൻ ജനസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ആരാധ്യനായ സ്ഥാപകൻ ദത്തോപന്ത് ധേങ്കടി പ്രഖ്യാപിക്കുകയായിരുന്നു ഭാരതീയ മസ്ദൂർ സംഘം ആരംഭിച്ചത്. 55 മുതൽ 12 വർഷക്കാലം രാജ്യത്താകമാനം ദത്തോപന്ത് ധേങ്കടി എന്ന RSS പ്രചാരകൻ ചുറ്റി സഞ്ചരിച്ച് അവിടെയും ഇവിടെയും ചെറിയ ചെറിയ യൂണിയനുകൾ ആരംഭിച്ചുകൊണ്ട് 1967 ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ 1ാം ദേശീയ സമ്മേളനം ഡൽഹിയിൽ ചേർന്നു. 1980 എത്തിയപ്പോൾ ഭാരതീയ മസ്ദൂർ സംഘം അംഗസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടു. 1989 എത്തിയപ്പോൾ ഭാരതീയ മസ്ദൂർ സംഘം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രസ്ഥാനമായി അംഗീകരിക്കപ്പെട്ടു. ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി രാജൻ മുളിയാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗിരീഷ് പുല്ലൂർ അധ്യക്ഷനായി. V ഗോവിന്ദൻ മടിക്കൈ, K ബാബു, ദാമോദരൻ എണ്ണപ്പാറ, K ഭാസ്കരൻ, VV സുലോചന, ബാലൻ കേളോത്ത്, ഗംഗാധരൻ പറക്കളായി, ഗോപി ഏച്ചിക്കാനം, ഗോപി പുല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. KSTP റോഡിൽ പ്രകാശം വരുത്താൻ സോളാർ വിളക്കുകൾ സ്ഥാപിച്ചു തുടങ്ങി. കാസർഗോഡ് മുതൽ കാഞ്ഞങ്ങാട് വരെ 340 ബൾബുകൾ സ്ഥാപിക്കാനാണ് തീരുമാനം. കാസർഗോഡ് KSTP റോഡിൽ സോളാർ വിളക്കുകൾ സ്ഥാപിക്കുന്ന നടപടികൾ തുടങ്ങി. KSTP റോഡ് നിർമ്മാണം നടക്കുന്ന കാസർഗോഡ് മുതൽ ബേക്കൽ വരെയുള്ള സ്ഥലങ്ങളിലാണ് സോളാർ വിളക്കുകൾ സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്നത്. കാസർഗോഡ് മുതൽ കാഞ്ഞങ്ങാട് വരെ 340 വിളക്കുകളാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1300 വാട്ട് ശേഷിയുള്ള LED ബൾബുകളാണ് KSTP റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബജാജ്, ഫിലിപ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളിലുള്ള കമ്പനികളുടെ സോളാർ വിളക്കുകളാണ് സ്ഥാപിക്കുന്നത്. 1.5 ലക്ഷം രൂപയോളം വില മതിക്കുന്ന വിളക്കുകളാണ് സ്ഥാപിക്കുന്നത്.
നിലവിൽ റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ച എല്ലായിടങ്ങളിലും സോളാർ വിളക്കുകൾ സ്ഥാപിക്കും. 2017 KSTP റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കുമ്പോഴേക്കും 340 സോളാർ വിളക്കുകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സോളാർ വിളക്കുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഒരേ സമയം വൈദ്യുതി ലാഭവും കൂടാതെ പ്രകൃതി സൗഹൃദമായ വികസന പ്രവർത്തനമാണ് KSTP ലക്ഷ്യമിടുന്നത്. എന്നാൽ റോഡ് പ്രവൃത്തി കഴിയുന്നതോടെ KSTP കരാർ നൽകിയ കമ്പനിയുമായുള്ള കരാറുകളും ഏകദേശം അവസാനിക്കും. അപ്പോൾ ഏതു തരത്തിലായിരിക്കും പിന്നീട് സോളാർ ബൾബുകൾക്ക് വരുന്ന അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്നുള്ള കാര്യവും ആശങ്ക ഉളവാക്കുന്നുണ്ട്. ജില്ലയിൽ ഇതിനകം തന്നെ പല ബസ് സ്റ്റോപ്പുകളിലും MLA-മാരുടെയും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ബൾബുകൾ തകരാറിലായി കിടക്കുന്നുണ്ട്. അതേ അവസ്ഥ തന്നെ KSTP പദ്ധതിക്കുമുണ്ടാകുമോ എന്നാണ് ആശങ്ക ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. വൻകിട കോർപ്പറേറ്റുകളെ പോലും വെല്ലുവിളിക്കാനുള്ള കഴിവ് സഹകരണ മേഖലയ്ക്കുണ്ടെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. പനത്തടി ബാങ്കിന്റെ കൊട്ടോടി ശാഖ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വൻകിട കോർപ്പറേറ്റുകളെ വെല്ലുവിളിക്കാനുള്ള കഴിവ് സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്കുണ്ടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. പനത്തടി സർവീസ് സഹകരണ ബാങ്കിന്റെ കൊട്ടോടി ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ മേഖലകളിലടക്കം സഹകരണ പ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യം ജനങ്ങളുടെ നിത്യജീവിതത്തിന് സഹായകരമാകുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പനത്തടി സർവീസ് സഹകരണ ബാങ്കിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും അതിന്റെ പടികൾ ചവിട്ടിക്കയറിയതും അത് ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയും എല്ലാം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 9ാമത് ശാഖയാണ് ഇന്ന് കൊട്ടോടിയിൽ ഉദ്ഘാടനം ചെയ്തത് എന്ന കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. 9 ശാഖകളുള്ളൊരു വലിയ 3 പഞ്ചായത്തുകളിലായി അതിൻ്റെ പ്രവർത്തന പരിധിയായിട്ടുള്ള 23,000-ൽ പരം അംഗങ്ങളുള്ള ഒരു ബാങ്ക് എന്ന നിലയിൽ തീർച്ചയായും ഈ പ്രദേശത്തെ കാസർഗോഡ് ജില്ലയിലെ തന്നെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രവീന്ദ്രൻ ആദ്യ നിക്ഷേപ സ്വീകരണം നിർവഹിച്ചു. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് ത്രേസ്യാമ്മ ജോസഫും കാർഷിക വായ്പാ വിതരണം കോളമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി കുഞ്ഞിക്കണ്ണനും നിർവഹിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് PG മോഹനൻ വ്യാപാര വായ്പാ വിതരണം നിർവഹിച്ചു. മുൻ ബാങ്ക് പ്രസിഡന്റ് MV കൃഷ്ണൻ കാർഷികേതര വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി പി രഘുനാഥ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കള്ളാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പെണ്ണമ്മ ജെയിംസ്, AC മാത്യു, MC മാധവൻ, T ബാബു, ഷാഹിദ സുലൈമാൻ, പഞ്ചായത്ത് അംഗങ്ങളായ B രമ, B കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN വിനോദ് കുമാർ സ്വാഗതവും ബാങ്ക് ഡയറക്ടർ സിനു കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് IMA-യുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കാഞ്ഞങ്ങാട് IMA-യുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെയാണ് ഓണാഘോഷം നടന്നത്. കുന്നുമ്മൽ IMA ഹാളിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. വിവിധ കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ശിഖരികളെ കരളിൽ കുളിരമണികൾ വരും IMA ഭാരവാഹികളടക്കം നിരവധി ആളുകൾ ഓണാഘോഷത്തിൽ പങ്കുചേർന്നു.
വിഭവസമൃദ്ധമായ ഓണസദ്യയും വിളമ്പി. റെഡ് ലേഡി പപ്പായ കൃഷിയിൽ പരീക്ഷണവുമായി ഇറങ്ങിയ സെബാസ്റ്റ്യന്റെ കൃഷിയിടം പപ്പായകളാൽ സമൃദ്ധം. 18 മൈലിലെ 3/4 ഏക്കറിലധികം സ്ഥലത്താണ് സെബാസ്റ്റ്യൻ പപ്പായ കൃഷി ഇറക്കിയിരിക്കുന്നത്. റെഡ് ലേഡി പപ്പായ കൃഷിയിൽ പരീക്ഷണ കൃഷി നടത്തിയ സെബാസ്റ്റ്യന്റെ കൃഷിയിടം പപ്പായകളാൽ സമൃദ്ധം. 18 മൈലിലെ 3/4 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് സെബാസ്റ്റ്യൻ പപ്പായ കൃഷി ഇറക്കിയത്. ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രക്കിടയിലാണ് സെബാസ്റ്റ്യൻ റെഡ് ലേഡി പപ്പായ കൃഷിയെക്കുറിച്ച് അറിയുന്നത്. കൃഷിയോടുള്ള താല്പര്യം മൂലം ഓൺലൈൻ വഴി വിത്തുകൾ സമ്പാദിക്കുകയായിരുന്നു. 250 ചോട് പപ്പായകളാണ് ആദ്യമായി കൃഷി ഇറക്കിയത്. വിത്തിടിൽ കഴിഞ്ഞ് 4 മാസം കഴിയുമ്പോൾ 3 അടിയോളം ഉയരം വെക്കുന്ന പപ്പായ ചെടി 7 മാസത്തോടെ കായ്ച്ചു തുടങ്ങുന്നു. വിപണിയിൽ മറ്റു പഴങ്ങൾക്ക് ലഭിക്കുന്ന തുക റെഡ് ലേഡി പപ്പായക്കും ലഭിക്കുന്നതായി സെബാസ്റ്റ്യൻ പറഞ്ഞു. എന്തെങ്കിലും ഒരു മാറ്റം, റബ്ബറല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പപ്പായ കൃഷി ചെയ്യാൻ, റെഡ് ലേഡി നടാനുള്ള ആഗ്രഹം ഉണ്ടായത്. പിന്നെ ഇത് ലാഭമല്ല ഇതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിന്റെ സംതൃപ്തിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാണുമ്പോഴുള്ള സന്തോഷം, പുതിയ ഒരു വ്യത്യാസം, മാറ്റം, എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് തോന്നുന്നു. പിന്നെ നല്ല കാഞ്ഞങ്ങാട്, കാസർഗോഡൊക്കെ നല്ല മാർക്കറ്റുണ്ട്. 20 രൂപ വെച്ച് കിട്ടുമെന്നാണ്, 20 രൂപ വെച്ചെങ്കിലും കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. 20 രൂപയ്ക്ക് എടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജൈവമായിട്ട് പിണ്ണാക്ക്, ചാണം എല്ലാമാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ. പിന്നെ 5 മാസമായി ഇപ്പം വിളവെടുക്കാനുള്ള ഏകദേശമായിട്ടുണ്ട്. 3 ഏക്കറോളം കൃഷിയിടമുള്ള സെബാസ്റ്റ്യൻ ഇടവിടെയായി ചേന, ചേമ്പ്, മാവ്, നെല്ലി, റംബൂട്ടാൻ, മാതളനാരങ്ങ, സപ്പോട്ട, മുള്ളാത്ത, കൊടംപുളി തുടങ്ങിയവയും കൃഷി ചെയ്തിട്ടുണ്ട്. 100% ജൈവ രീതിയിലാണ് കൃഷി ചെയ്തു വരുന്നത്. ജൈവവളത്തിന്റെ ആവശ്യത്തിന് പശു വളർത്തലും നടത്തുന്നുണ്ട്. പപ്പായ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിനേക്കാളും നിറയെ കായ്ച്ചു നിൽക്കുന്ന പപ്പായത്തോട്ടം കാണുമ്പോൾ മനസ്സിനുണ്ടാക്കുന്ന സംതൃപ്തിയാണ് വലുതെന്ന് ഈ കർഷകൻ പറയുന്നു. കാഞ്ഞങ്ങാട്, പാണത്തൂർ സംസ്ഥാനപാതക്കരികിലായി കായ്ച്ചു നിൽക്കുന്ന പപ്പായ കാണാനും അവയെക്കുറിച്ച് പഠിക്കാനും നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. കൃഷിയിടത്തിൽ സെബാസ്റ്റ്യന് സഹായമായി ഭാര്യ ലിസിയും കൂടെയുണ്ട്. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ലക്ഷങ്ങൾ ചെലവഴിച്ച് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചെങ്കിലും ബസ് സ്റ്റാൻഡ് ഇതുവരെയും തുറന്നുകൊടുക്കാത്തതിന്റെ വിഷമത്തിലാണ് ബസ് തൊഴിലാളികളും കച്ചവടക്കാരും. ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കാൻ ഈ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കുക മാത്രമേ പോംവഴിയുള്ളൂവെന്ന് കച്ചവടക്കാരും ബസ് തൊഴിലാളികളും പറയുന്നു. നിർമ്മാണ പ്രവൃത്തികൾക്കായി അടച്ചിട്ട കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. നഗരത്തിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകൾ വന്നും പോയിക്കൊണ്ടുമിരിക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടതോടെ നഗരത്തിലെത്തുന്ന യാത്രക്കാർ തീരാ ദുരിതത്തിലാണ്. നഗരത്തിൽ കണ്ടുവരുന്ന ഗതാഗതക്കുരുക്ക് നിമിത്തം പലർക്കും ഉദ്ദേശിച്ച സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല. സ്വകാര്യ ബസ്സുകൾക്ക് പുറമെ KSRTC ബസ്സുകളും ഈ സ്റ്റാൻഡിൽ കയറാതെ പോകില്ല. ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ട വലിയ ഗർത്തങ്ങൾ നിരവധി അപകടങ്ങളാണ് വരുത്തിവെച്ചത്. ബസ് സ്റ്റാൻഡ് അടച്ചിട്ടതു കാരണം കച്ചവടക്കാരെയും ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. മിക്ക കടകളിലും കച്ചവടം നന്നേ കുറവാണ്. ഇവിടെ ബസ് വരാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കച്ചവടത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീരെ കച്ചവടമില്ല. വാടകയൊന്നും ഭയങ്കര നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. ശമ്പളം അത് കയ്യിൽ നിന്ന് തന്നെ കൊടുക്കുന്നത്. അടിയന്തരമായിട്ട് ഇതിനെന്തെങ്കിലും നടപടി ചെയ്യണം അധികൃതർ. പണി തുടങ്ങിയിട്ട് ഏകദേശം 1.5 മാസമായി. ഇപ്പോൾ ഞങ്ങൾക്ക് കച്ചവടത്തിന് ഭയങ്കര അടിയാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇതിന് യാതൊരു നടപടിയും ഒന്നുമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ പോകാൻ ഷോപ്പാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം ജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് സംഭവം. ഇത് തുടങ്ങിയിട്ട് പണിയൊന്നും പിന്നെ ക്ലിയർ ആയിട്ടില്ല. കച്ചവടമാണ് വളരെ മോശത്തിലാണ് വന്നുള്ളത്. ഒന്നാമത് ആൾക്കാർ വരുന്നില്ല. അതുപോലെ ബാഡിയൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും
ഇത് പണി ഫിനിഷായിട്ട് ഒരു ബസ് കയറ്റി വിടുന്നില്ല. അവരോട് പറഞ്ഞാൽ തന്നെ ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്നതല്ലാതെ ഒരു ആണെങ്കിലും. ഗതാഗതക്കുരുക്കിൽ മംഗലാപുരം അടക്കമുള്ള ആശുപത്രികളിലേക്ക് പോകുന്ന ആംബുലൻസുകളും വൻ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പ്രവൃത്തികൾ പൂർത്തിയായ ബസ് സ്റ്റാൻഡ് തുറന്നാൽ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. ഓഗസ്റ്റ് മാസത്തോടെ പണി പൂർത്തിയാക്കി യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയിരുന്നെങ്കിലും അതെല്ലാം വെറും പാഴ്വാക്കായി മാറുകയായിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ചുള്ള റോഡിലെ ഗതാഗതക്കുരുക്ക് പഴയ ബസ് സ്റ്റാൻഡ്, KSRTC, കറന്തക്കാട്, വിദ്യാനഗർ എന്നിവിടങ്ങളിലും അനുഭവപ്പെടുന്നു. വൈകുന്നേരമായാൽ ഇതുവഴിയുള്ള യാത്ര വൻ ദുരിതമാണ്. അതുകൊണ്ട് ലക്ഷങ്ങൾ ചിലവഴിച്ചു നിർമ്മിച്ച പുതിയ ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്തില്ലെങ്കിൽ ദുരിതയാത്ര പേറാൻ നഗരത്തിനെ ആശ്രയിക്കേണ്ടതില്ല എന്ന തീരുമാനം ജനം കൈക്കൊണ്ടെന്ന് വരും. പാക്കം റൈസിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന വയൽ ഉത്സവം ശ്രദ്ധേയമായി. പാക്കം റൈസിംഗ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന വയൽ ഉത്സവം 2016 വേറിട്ട കാഴ്ചയായി മാറി. വ്യത്യസ്തങ്ങളായ വിവിധ കലാകായിക മത്സരങ്ങളാണ് വയൽ ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. കവുങ്ങിൻ മുകളിൽ നടത്തം, ബലൂൺ റൈസ്, കാൽക്കെട്ടി ഓട്ടം, കുടത്തിൽ വെള്ളം നിറച്ചോട്ടം, നിധി കണ്ടെത്തൽ, ഓണത്തല്ല്, ഉറിയടി, വടംവലി എന്നീ മത്സരങ്ങൾ ഏറെ ശ്രദ്ധേയമായി. പുതുതലമുറയിലെ കുട്ടികൾക്ക് കൃഷിയെയും മണ്ണിനെയും അടുത്തറിയുന്നതിനും വയൽ ഉത്സവം സഹായകമായി. വടംവലിയിൽ 1ാം സ്ഥാനം നേടിയ ടീമിന് 2000 രൂപ ക്യാഷ് പ്രൈസും 2ാം സ്ഥാനം നേടിയ ടീമിന് 1000 രൂപ ക്യാഷ് പ്രൈസും നൽകി. തുടർന്ന് SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ 2017 ജനുവരി 28 മുതൽ ഫെബ്രുവരി 8 വരെ ദശാവതാര അലങ്കാര പൂജ നടക്കും. ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു. മഹാക്ഷേത്രങ്ങളിൽ മാത്രം അപൂർവമായി നടത്താറുള്ള ദശാവതാര അലങ്കാര പൂജയ്ക്ക് കവ്വായി മോലത്തുംകുഴി ശ്രീകൃഷ്ണ ക്ഷേത്രം ഒരുങ്ങുന്നു. 2017 ജനുവരി 28 മുതൽ ഫെബ്രുവരി 8 വരെയുള്ള തീയതികളിലാണ് ആണ്ട് മഹോത്സവത്തോടൊപ്പം ദശാവതാര അലങ്കാര പൂജകൾ നടക്കുന്നത്. ക്ഷേത്രനടയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആദ്യ ഫണ്ട് ഭാഗ്യലക്ഷ്മി ദാമോദരൻ നിന്നും ക്ഷേത്രം തന്ത്രി വാസുദേവ പട്ടേരി ഏറ്റുവാങ്ങി. വേണുഗോപാൽ നമ്പ്യാർ, തന്ത്രി ശിവകുമാർ പട്ടേരി, രാധാകൃഷ്ണൻ നരിക്കോട്, M കുഞ്ഞികൃഷ്ണൻ, C മാധവൻ, ഡോക്ടർ പവിത്രൻ, ലക്ഷ്മണൻ മടയൻ, വേണു പത്തായപ്പുര, ലക്ഷ്മി, രാധ, ഗണേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അത്തിക്കോത്ത് യുവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അത്തിക്കോത്ത് AC നഗർ യുവചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. കുടുംബശ്രീ പ്രവർത്തകർ ഒരുക്കിയ ഓണപ്പൂക്കളം ഏറെ ശ്രദ്ധേയമായി. മിഠായി പെറുക്കൽ, കസേരക്കളി, മെഴുകുതിരി കത്തിക്കൽ, പെനാൽറ്റി ഷൂട്ടൌട്ട്, ചാക്ക് റൈസ്, സ്പൂൺ റൈസ്, ഉറിയടി, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ബലൂൺ പൊട്ടിക്കൽ എന്നീ മത്സര ഇനങ്ങൾ ഓണാഘോഷ പരിപാടിക്ക് മാറ്റുകൂട്ടി. വാശിയോടുകൂടിയ കമ്പവലി മത്സരവും ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് നടന്ന സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. A ബിജീഷ് അധ്യക്ഷനായി. ശിവകുമാർ, അജയ്കുമാർ നെല്ലിക്കാട്ട്, AK മുരളി, ലീല M തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്തുർഗ് അഡീഷണൽ SI മൊയ്തീൻകുട്ടി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. മുടക്കമില്ലാതെ ഇത്തവണയും വാനര സദ്യ. തൃക്കരിപ്പൂർ ഇടയിലക്കാട്ടെ വാനര സദ്യ കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. നവോദയ വായനശാല ഗ്രന്ഥാലയവും ബാലവേദിയും വാനര സദ്യ ഒരുക്കുന്നത് ഇത് 9ാം തവണ. ഇടയിലക്കാട് കാവിലെ വാനരന്മാർക്ക് ഇത്തവണയും വിഭവസമൃദ്ധമായ ഓണസദ്യ ലഭിച്ചു.
100-ൽ പരം ക്യാമറ കണ്ണുകളും 100 കണക്കിന് ആളുകളും ചുറ്റും കൂടി നിന്നപ്പോൾ വാനരന്മാർ വരാൻ മടിച്ചെങ്കിലും നിത്യവും തങ്ങളെ ചോറോട്ടുന്ന ആ അമ്മയുടെ വിളി കേൾക്കാതിരിക്കാൻ അവർക്ക് പറ്റിയില്ല. മാണിക്കമ്മ സ്നേഹത്തോടെ നീട്ടി വിളിച്ചപ്പോൾ അവർ ഒരുമിച്ചെത്തി. നവോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദിയുമാണ് ഓണസദ്യ ഒരുക്കിയത്. ഉപ്പില്ലാത്ത ചോറ്, പഴം, ചക്ക, തക്കാളി, കക്കിരി, സപ്പോട്ട, ക്യാരറ്റ് തുടങ്ങിയവയാണ് ഓണസദ്യയിലെ വിഭവങ്ങൾ. ഗ്രന്ഥാലയ പരിസരത്തു നിന്ന് കുട്ടികൾ ഓണപ്പാട്ട് പാടിയാണ് വിഭവങ്ങൾ നിറച്ച പാത്രവുമായി കാവിനടുത്തെത്തിയത്. മാണിക്കമ്മയുടെ നേതൃത്വത്തിലാണ് കാവിനടുത്തു ചേർത്ത് വെച്ച മേശകളിൽ വിഭവങ്ങൾ വിളമ്പിയത്. അപൂർവമായി കിട്ടിയ ചക്കയും ബീട്രൂട്ടും പൂർണ്ണമായും വാനരക്കൂട്ടം അകത്താക്കി. കാവു കാണാനെത്തിയവർക്കും കൗതുകമായിരുന്നു വാനര സദ്യ. ഇവിടെ പച്ചക്കറികൾ, അതേപോലെ തന്നെ വിവിധതരം പഴങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ വിഭവങ്ങളായിട്ട് ഇന്ന് വിളമ്പിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത് കാണാൻ 1000-ഓളം ആളുകൾ ഇവിടെ എത്തുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് ഈ കുരങ്ങുകളുടെ ഭക്ഷണം എന്താണെന്ന്, അത് പഴങ്ങളാണെന്നും അതേപോലെ തന്നെ ഉപ്പ് ചേർക്കാത്ത മറ്റ് സാധനങ്ങളാണെന്നും തിരിച്ചറിയുക. അതിലൂടെ ഈ കുരങ്ങുകളുടെ വംശത്തെ ഈ കാവിൽ സംരക്ഷിക്കുക എന്നുള്ള മഹത്തായ ഒരു ലക്ഷ്യമാണുള്ളത്. 2016 അന്താരാഷ്ട്ര കുരങ്ങ് വർഷമായി പ്രഖ്യാപിച്ച പ്രാധാന്യം കൂടിയുണ്ട് ഇത്തവണത്തെ സദ്യക്ക്. കാവിലെ 40ഓളം കുരങ്ങന്മാരിൽ 30 സദ്യയുണ്ണാനെത്തി. ഗ്രന്ഥാലയം സെക്രട്ടറി പി വേണുഗോപാലൻ, പ്രസിഡന്റ് PV പ്രഭാകരൻ, M ബാബു, VK കരുണാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലപ്പച്ചേരി വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ച് കീക്കാങ്കോട്ട് യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ. കീക്കാങ്കോട്ട് യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ പ്രവർത്തകരുടെ ഈ വർഷത്തെ ഓണാഘോഷം മൽപ്പച്ചേരി വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു. പൂക്കളമൊരുക്കിയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചുമാണ് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പം ക്ലബ് പ്രവർത്തകർ ആഘോഷം പങ്കിട്ടത്. ചാക്കോച്ചൻ, ക്ലബ് ഭാരവാഹികളായ P സതീശൻ, K നിശാന്ത്, K ബാലകൃഷ്ണൻ, A ദിനേശൻ, A നാരായണൻ, KT അച്യുതൻ, M ബാബു, MM രവി, KV മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് സംസ്കൃതിയുടെ നേതൃത്വത്തിൽ സാഹിത്യ സംഗമവും പുസ്തക പ്രകാശനവും നടന്നു. നിരവധി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. കാസർഗോഡ് സ്പീഡ് വേയിൽ നടന്ന പരിപാടിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കായി ഇബ്രാഹിം ചെർക്കളയുടെ പുസ്തകം കൈമാറുന്ന ചടങ്ങ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം സ്വയം നോവലിസ്റ്റാണ്, കഥയെഴുത്തുകാരനെന്നൊക്കെ. പക്ഷെ ഇവിടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ്, മറ്റുള്ളവർ എഴുതിയ കഥകളെ കുറിച്ചും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് എഴുതുന്നതിനെ കുറിച്ചും. മലയാളിയുടെ ഒരു പ്രത്യേകത മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിൽ ഏറ്റവും ഒടുവിലത്തെ ആളുകളാണ് മലയാളി. ആരെയും അംഗീകരിക്കും. ഉത്തരദേശം പത്രാധിപരായ ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ വത്സൻ പിലിക്കോട് പുസ്തകം പരിചയപ്പെടുത്തി. സുറാബ്, സുബൈദ നീലേശ്വരം, AS മുഹമ്മദ് കുഞ്ഞി, CL ഹമീദ്, VV പ്രഭാകരൻ, ഷാഫിയെ നെല്ലിക്കുന്ന്, P ദാമോദരൻ, ബാലകൃഷ്ണൻ ചെർക്കള, മുജീബ് അഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശ്വകർമ്മ ജയന്തി BMS ദേശീയ തൊഴിലാളി ദിനമായി ആചരിച്ചു. KSTP റോഡിൽ സോളാർ വിളക്ക് സ്ഥാപിച്ചു തുടങ്ങി. 340 വിളക്കുകൾ സ്ഥാപിക്കാൻ തീരുമാനം. വൻകിട കോർപ്പറേറ്റുകളെ പോലും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വെല്ലുവിളിക്കാനാകുമെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. പനത്തടി ബാങ്ക് കൊട്ടോടി ശാഖ ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമാർന്ന പരിപാടികൾ ഒരുക്കി കാഞ്ഞങ്ങാട് IMAയുടെ ഓണാഘോഷം സമാപിച്ചു. റെഡ് ലേഡി പപ്പായ കൃഷിയിൽ വിജയഗാഥയുമായി 18ാം മൈലിൽ സെബാസ്റ്റ്യന്റെ കൃഷി. കാർഷിക സംസ്കൃതിയെ തിരിച്ചു വിളിച്ച് പാക്കത്ത് വയൽ ഉത്സവം നടന്നു. കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രം ദശാവതാര അലങ്കാര പൂജയ്ക്ക് ഒരുങ്ങുന്നു.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.